കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷൻ വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. വീണ്ടും ജയസൂര്യൻ സാർ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരിക്കലും നമ്മൾക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ മൃഗത്തിന് പോലും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണ്. അപ്പോൾ ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത വാർത്തകൾ തന്നെയാണ് വരുന്നത്. അത് ഇസ്കോന്റെ സന്യാസിയോട് ചെയ്യുന്നതാണെങ്കിലും അവരുടെ ആശ്രമത്തോട് ചെയ്യുന്നതാണെങ്കിലും പൂർണ്ണമായിട്ടും ഇതൊരു ഹിന്ദു വംശഹത്യ തന്നെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾ കണ്ടു, പലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരന്മാർ ഇസ്രായേലിനോട് ചെയ്ത സമയത്ത് ഇസ്രായേല് ആ തിരിച്ചടിച്ച സമയത്ത് അത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഹമാസ് ഭീകരന്മാർ ചെയ്തത് പൂർണ്ണമായിട്ടും മറച്ചുവെച്ച ഇസ്ലാമിക ഭീകരരുടെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്ന മാധ്യമങ്ങളുടെ ആ നിലപാടുകളെല്ലാം നമ്മൾ കണ്ടതാണ്. അതേ നിലപാട് തന്നെയാണ് ഇന്ന് ബംഗ്ലാദേശിനോടും ഈ കാണിക്കുന്നത്. കാരണം ഒരു വിഭാഗത്ത് മുസ്ലിങ്ങളായി വരുമ്പോൾ മറുവിഭാഗത്ത് ക്രിസ്ത്യനായാലും ഹിന്ദുവായാലും അത് മറച്ചു വെക്കുക എന്ന വലിയ ക്രൂരത കാണിക്കുന്ന ഈ മാധ്യമങ്ങളുടെ ആ ഒരു പൊളിച്ചെഴുത്ത് കൂടിയാണ് നമ്മൾ ഈ ലൈവിൽ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയസൂര്യൻ സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാർ, ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ തൊണ്ടയിടറാതെ നമ്മൾക്കൊരിക്കലും ഇത് പറയാനാവില്ല. കാരണം മാത്രമല്ല, തീക്ഷ്ണമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കുകയല്ലാതെ വേറെ രക്ഷയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഓരോ മണിക്കൂറിലും അവിടെ നിന്ന് വരുന്ന ദേശീയ ചാനലുകൾ മാത്രമേ റിപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ, നമ്മുടെ മലയാള മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇതിനെക്കുറിച്ച് സത്യത്തിൽ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് സാർ അതിനെ നോക്കിക്കാണുന്നത്? അതായത്, കേരളം എന്നുള്ളത് ബംഗ്ലാദേശിന്റെ ഒരു സംസ്ഥാനമാണോ ഇന്ത്യയുടെ സംസ്ഥാനമാണോ എന്ന് സംശയം വരുന്നത് പോലെയാണ് നമ്മുടെ കേരളത്തിലെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉള്ള ചർച്ചകളും മാധ്യമ റിപ്പോർട്ടുകളും. അതായത്, നമ്മൾ ബംഗ്ലാദേശിലാണ് എന്ന് തോന്നിപ്പോവുകയാണ്. കേരളത്തിലിരിക്കുമ്പോൾ നമ്മൾ ബംഗ്ലാദേശിലാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അതിന്റെ കാരണം, ഈ ബംഗ്ലാദേശ് എങ്ങനെയായിരുന്നു എന്ന് പുറകോട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനുമായി രൂപപ്പെടുമ്പോൾ ആ കിഴക്കൻ പാകിസ്ഥാനെ നമ്മൾ മോചിപ്പിക്കുമ്പോൾ, അതായത് സ്വതന്ത്ര രാജ്യമായി മോചിപ്പിക്കുമ്പോൾ, അവര് സ്വാതന്ത്ര്യത്തിന്റെ അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെയും ഒരു സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കുകയും ജനാധിപത്യത്തിന്റെ പ്രകാശം പരത്തുകയും ചെയ്ത ഒരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ്. എന്നാൽ പിന്നീട് ബംഗ്ലാദേശിന് ഈ ഒരു അവസ്ഥ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇത് കേരളവുമായിട്ട് വളരെയേറെ സാമ്യമുള്ള ഒരു താരതമ്യം ചെയ്യലാണ്. കേരളത്തിൽ എല്ലാവിധത്തിലുള്ള ഏകോദര സാഹോദര്യവും നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കേരളത്തിൽ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഹിന്ദു ഉണ്ട്. പക്ഷേ ഈ 3 മതങ്ങളും തുല്യമായിട്ടുള്ള ഒരു സാഹോദര്യവും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ചിരുന്ന കാലഘട്ടം നമ്മൾ ഓർക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ കാലഘട്ടത്തിന് മാറ്റം വന്നു. ഇപ്പോൾ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലയിലേക്ക് കേരളം വീണുപോയിരിക്കുന്നു. ഇതേ അവസ്ഥ തന്നെയാണ് ബംഗ്ലാദേശിലും നമ്മൾ കാണുന്നത്. അതായത്, ബംഗ്ലാദേശില് മുജീബുർ റഹ്മാന്റെ ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ജനാധിപത്യ മൂല്യങ്ങളെയും ഒരുപോലെ കോപ്പി ചെയ്ത് ഒരു നല്ല ശക്തമായ രാഷ്ട്രമാകണം എന്നവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര രംഗത്ത് അവർക്ക് അതിനുള്ള അംഗീകാരം ലഭിച്ചു. സാമ്പത്തിക പുരോഗതി ഉണ്ടായി. മൈക്രോ ഫിനാൻസ് പോലെയുള്ള മേഖലകളിൽ ലോകത്തിന് തന്നെ മാതൃകയായി. വിദ്യാഭ്യാസ രംഗത്ത് അവർ മുന്നോട്ട് വന്നു. കച്ചവടത്തിലും അതുപോലെ തന്നെ വ്യവസായവൽക്കരണത്തിലുമൊക്കെ പാകിസ്ഥാനെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നേറാൻ ബംഗ്ലാദേശിന് സാധിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള നിലയിൽ ബംഗ്ലാദേശ് ഉയർന്നു വരികയും ചെയ്തു. മറുവശത്ത് ചൈന ബംഗ്ലാദേശിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അമേരിക്കയുടെ ഇടപെടലുകൾ അതിന് ബദലായിട്ട് വന്നു. അപ്പോഴൊക്കെ തന്നെയും ഭാരതത്തോട് ചേർന്ന് നിൽക്കാനും ഭാരതവുമായി നല്ല സൗഹൃദം സൂക്ഷിക്കാനും പ്രത്യേകം ബംഗ്ലാദേശ് ശ്രദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ആശ്വസിക്കാവുന്ന ഒരു അയൽക്കാരൻ അല്ലെങ്കിൽ അയൽക്കാരി എന്നുള്ള നിലയിൽ ബംഗ്ലാദേശ് നമുക്കുണ്ടായിരുന്നു.
പക്ഷേ ബംഗ്ലാദേശിന്റെ സാമൂഹിക രംഗത്തുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത്. അത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞു, മുസ്ലിം ലീഗ് ചത്ത കുതിരയാണ്, അതിനെ ഭയപ്പെടേണ്ടതില്ല. ആദ്യമായി കേരളത്തിലെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും മലപ്പുറം ജില്ല കൊടുത്തുകൊണ്ട് മുസ്ലിമിന്റെ ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്വപ്നത്തിന് ജീവൻ വെപ്പിച്ചു. അതിന് ബദലായി പിന്നീട് വന്ന കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ അവർക്ക് സ്പീക്കർ പദവി കൊടുക്കുകയും അത് തൊപ്പി ഊരിച്ചിട്ടാണ് സ്പീക്കർ ആക്കിയതെന്നൊക്കെ ന്യായം പറയുകയും അവസാനം സ്പീക്കർ പദവി എന്നുള്ളത് 5 മന്ത്രിമാരുടെ പദവിയും മുഖ്യമന്ത്രി പദവിയും വരെ ആയിത്തീരുകയും ചെയ്യുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഇത് കേരളത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ശരിക്കും പറഞ്ഞാൽ ഉഗ്രവും ഭീകരവുമായിട്ടുള്ള ഇസ്ലാമിക പാർട്ടിയെ വളരെ ജനാധിപത്യപരമായിട്ടുള്ള മതസൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ശാന്തതയുള്ള പാർട്ടി എന്നുള്ള നിലയിലാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവതരിപ്പിച്ചത്. ഞാനിത് എടുത്തു പറയാൻ കാരണം ഇത് തന്നെയാണ് ബംഗ്ലാദേശിനും പറ്റിയത്. ബംഗ്ലാദേശില് ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന പരിവേഷം കൊടുത്തുകൊണ്ട് അവർ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഷ്ട്രീയ പാർട്ടികൾ കൂടാതെ തന്നെ അവിടെ നിരവധിയായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾ വേറെ ധാരാളമുണ്ട്. പക്ഷേ എങ്ങനെയാണോ കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ തണലിൽ ആയുധമെടുക്കാതെ രക്തം ചൊരിയാതെ സമ്മർദ്ദ തന്ത്രം കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിലനിൽക്കുകയും എന്നാൽ അവരുടെ ചിറകിന്റെ കീഴിൽ, സംരക്ഷണത്തിന്റെ കീഴിൽ, ഭരണത്തിന്റെ കീഴിൽ എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങളും നിർബാധം നടത്തുവാൻ വേണ്ടി ഉള്ള എല്ലാ സാഹചര്യങ്ങളും വളർത്തിയെടുത്ത് സ്വന്തമാക്കി ഉപയോഗിച്ചു. അത് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. പലരും പലപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ പ്രചാരകരിൽ കൂടുതലും. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നോക്കൂ കേരളത്തില് ബോംബ് സ്ഫോടനങ്ങളില്ല, നോക്കൂ കേരളത്തില് പള്ളികൾ ആക്രമിക്കുന്നില്ല, ഇവിടെ ആത്മഹത്യാ സ്ക്വാഡുകളില്ല, അതുകൊണ്ട് ഒരിക്കലും മുസ്ലിം ലീഗിനെ നിങ്ങൾ ഭീകരമായി കാണരുത്, വർഗീയമായി ചിന്തിക്കുക പോലും ചെയ്യരുത്, യഥാർത്ഥ മതേതര ശക്തിയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് വെള്ളപൂശാറുണ്ട്. അത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ വെള്ളപൂശാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മുസ്ലിം ലീഗ് ആയുധമെടുക്കാത്തത് എന്നുള്ള ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. കേരളത്തില് ആയുധമെടുക്കാതെ തന്നെ എല്ലാം ചെയ്യും. തോക്കെടുക്കണ്ട, ബോംബെടുക്കണ്ട, ആരെയും കൊല്ലണ്ട, ഒരു കത്തി പോലും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. തോക്കെടുത്തും ബോംബെടുത്തും കത്തിയെടുത്തും ഇസ്ലാമിക ഭീകരവാദികൾ ലോകരാജ്യങ്ങളിൽ എന്തൊക്കെയാണോ സ്വന്തമായി നേടിയത് അതൊക്കെ തന്നെ തോക്കും കത്തിയും എടുക്കാതെ കേരളത്തിൽ കൊണ്ടുപോയി കാൽക്കൽ കാഴ്ചവെക്കുന്ന ഇടത് വലത് മുന്നണികൾ ഉള്ളപ്പോൾ കേരളത്തിൽ പിന്നെ എന്തിനാണ് ഭീകരവാദം? അപ്പോൾ ഇതാണ് ഇവിടെ. ഉദാഹരണത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് അവിടുത്തെ സ്വത്ത് കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ക്ഷേത്രം ആക്രമിക്കണം. പക്ഷെ കേരളത്തിൽ ക്ഷേത്രം ആക്രമിക്കണ്ട. ക്ഷേത്രം ആക്രമിക്കാതെ തന്നെ ക്ഷേത്ര സ്വത്തെടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അതിന് ഗവൺമെന്റ് ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ പിന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ ആക്രമിക്കേണ്ട കാര്യമില്ല. ഇതാണ് കേരളത്തിന്റെ അന്തരീക്ഷം. ഈ അന്തരീക്ഷം ഇതേപോലെ തന്നെയാണ് ബംഗ്ലാദേശിലും ഉണ്ടായിരുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മത ന്യൂനപക്ഷമായ ഹിന്ദു, ആ ഹിന്ദുവിന്റെ ജനസംഖ്യ വളരെ വളരെ കുറഞ്ഞു വരികയും അവിടെ ഹിന്ദുക്കൾക്കെതിരെ നിയമപരമായിട്ടുള്ള കാർക്കശ്യം മുറുക്കി കൊണ്ടുവരികയും ചെയ്തത് ജനാധിപത്യ ഭരണം നടമാടുന്ന കാലഘട്ടത്തിൽ തന്നെയാണ്. അതായത് ജനാധിപത്യം ശാന്തമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മതേതരത്വം ഉണ്ട് എന്ന് ഭാവിച്ചുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷമായ ഹിന്ദുവിനെതിരെ നിരവധിയായിട്ടുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ ബാങ്കുകൾ, അവരുടെ ബിസിനസ്സുകൾ, അവരുടെ വ്യവസായങ്ങൾ ഇതൊന്നും അവിടെ നടത്താൻ പാടില്ല എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരികയും കൃഷി ചെയ്ത് പോലും ജീവിക്കാൻ കഴിയില്ല എന്ന അന്തരീക്ഷം കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ ഇതൊന്നും സമൂഹത്തിൽ ചർച്ചയായില്ല. ഇതൊന്നും ആരും ഒരിടത്തും എടുത്തു പറഞ്ഞില്ല. ഇതൊന്നും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ആരും പരാമർശിച്ചില്ല. ഇത് തന്നെയല്ലേ കേരളത്തിൽ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇന്നലകളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയല്ലേ ഇന്ന് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തില് ഈ രീതിയിൽ ഒരു സമൂഹത്തിന് എല്ലാം അനുവദിച്ചു കൊടുക്കുകയും ന്യൂനപക്ഷ അവകാശങ്ങളിൽ 80x20 എന്ന് പറയുന്ന ഒരു റേഷ്യോ നിശ്ചയിക്കുകയും അതുപോലെ ബിസിനസ്സിലും വ്യവസായത്തിലും കൃഷിയിലും എന്ന് വേണ്ട സമ്പത്തിന്റെ കേന്ദ്രീകരണത്തിലും മന്ത്രിസഭകൾ ഉണ്ടാക്കുമ്പോൾ സാമ്പത്തികവും അധികാരവുമുള്ള മുഴുവൻ വകുപ്പുകളും മുസ്ലിം ലീഗിന് കൊടുക്കുകയും
എന്നിട്ട് ബലൂൺ വികസനം പോലെയുള്ള വകുപ്പുകൾ മാത്രം മറ്റുള്ളവർ എടുക്കുകയും ചെയ്യുന്ന ദയനീയമായ കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ CPM ഭരിക്കുമ്പോഴാണെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം ഒഴികെ പ്രധാനപ്പെട്ട ഒരു വകുപ്പും അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. പ്രധാന വകുപ്പുകളെല്ലാം മുസ്ലിമിനും മാത്രം വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഭരണത്തിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഖജനാവിന്റെ താക്കോൽ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അധികാരത്തിന്റെ പ്രധാനപ്പെട്ട ശ്രേണികൾ മുഴുവൻ മുസ്ലിമിന് മുന്നിൽ മുട്ടുമടക്കി അടിയറ വെച്ചിട്ട് റാൻ മൂളി നിൽക്കുകയാണ്. ആകെ അവർക്ക് പ്രതിഫലമായി കിട്ടുന്നത് പേരിനൊരു മുഖ്യമന്ത്രി പദവി മാത്രമാണ്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം ചെയ്യുന്നത് കേരളത്തിന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് ഇസ്ലാമിക മത അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ മാത്രമാണ്. മതപരമായിട്ടുള്ള അധികാര ചിഹ്നങ്ങളും അധികാര കൈമാറ്റങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ അത് രാഷ്ട്രീയ രംഗത്ത് അതേപടി അംഗീകരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു പ്രത്യേക കുടുംബത്തിൽപ്പെട്ട തായ്വഴികളിലൂടെ കടന്നു വരുന്ന അവരുടെ മതപരമായിട്ടുള്ള പിന്തുടർച്ച അവകാശമാണ് എങ്കിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയും അതേപോലെ തന്നെ പിന്തുടർച്ച അവകാശ വഴികളിലൂടെ കടന്നു വരുന്ന ഇസ്ലാമിക മതാചാരാനുഷ്ഠാനത്തിൽ ഇപ്പൊ ഹിന്ദുക്കൾക്കിടയിൽ തന്ത്രിയുടെ മകൻ തന്ത്രിയാകുമെന്ന് പറയുന്ന പോലെ തങ്ങളുടെ മകൻ തങ്ങളായി കേരള രാഷ്ട്രീയം നിയന്ത്രിക്കുകയാണ്. അവിടെ ഭരിക്കുന്നത് ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ആര് ഭരിച്ചാലും കുഴപ്പമില്ല, തീരുമാനം ഞമ്മന്റേതാണ് എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമുദായ നേതാക്കളും സമുദായ സംഘടനകളും ഒക്കെ അപ്രസക്തമാവുകയും ചെയ്തു. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ കണ്ട ഒരു കാഴ്ച അങ്ങനെയല്ല. അന്ന് സംഘടിത ക്രൈസ്തവ സമൂഹം വോട്ട് ബാങ്ക് രാഷ്ട്രീയം സമർത്ഥമായി കളിക്കുകയും കോൺഗ്രസിനെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത് മാറിയിരിക്കുന്നു. ഇന്നത് സമ്പൂർണമായും കേരളം ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ അക്ഷരം തെറ്റാതെ പറയാവുന്ന സമ്പൂർണമായ ലക്ഷണം തികഞ്ഞ ഇസ്ലാമിക സ്റ്റേറ്റായി മാറി. ബംഗ്ലാദേശിലും ഇത് തന്നെയാണ് ഉണ്ടായത്. ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് വളർന്നു വരികയും ബംഗ്ലാദേശിൽ പതിയെ പതിയെ അവരുടെ വേരുകൾ ആഴ്ത്തുകയും ചെയ്ത് മൗദൂദിയൻ ആശയങ്ങളെ അവിടുത്തെ ജനങ്ങളിലേക്കും അവിടുത്തെ പൊതുസമൂഹത്തിലേക്കും സംക്രമിപ്പിക്കുകയും ചെയ്തതോടുകൂടി അവരുടെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി വളരാൻ നിരവധി തീവ്രവാദ സംഘടനകൾക്ക് അവസരം കൊടുത്തു. ആ തീവ്രവാദ സംഘടനകളൊക്കെ തന്നെ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ശക്തിപ്പെടുത്തി. അങ്ങനെ ആ ശക്തി ആർജിച്ചുകൊണ്ടാണ് അവർ ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ ജനാധിപത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കുകയും രാഷ്ട്രത്തിന്റെ തലവനായിട്ടുള്ള അല്ലെങ്കിൽ അധിപയായിട്ടുള്ള വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് ജീവൻ രക്ഷിക്കുകയും വേണ്ടി വന്നത്. ഇതുപോലെ തന്നെ കേരളത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്നത് മറ്റൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയുടെ ഉള്ളിൽ, ഇന്ത്യ വകുത്തുകൊണ്ട് നമ്മൾ പാകിസ്ഥാനും ബംഗ്ലാദേശും കൊടുത്തുവെങ്കിൽ മൂന്നാമത് കാശ്മീർ എന്നാണ് നമ്മൾ ധരിച്ചിരുന്നത്. പക്ഷെ കാശ്മീർ തിരിച്ചു പിടിക്കാൻ നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിന് സാധിച്ചു എങ്കിൽ ഇവിടെ മറ്റൊരു അന്തരീക്ഷമുണ്ട്. കാശ്മീരിൽ നമ്മൾ നോക്കൂ, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ ശക്തമല്ല. അവിടെ ഉണ്ടായിരുന്ന പാർട്ടികൾ, അത് ഹുറിയത്ത് കോൺഫറൻസ് ആണെങ്കിലും PDP ആണെങ്കിലും ഏത് പ്രാദേശിക പാർട്ടിയാണെങ്കിലും അവയെ കൈകാര്യം ചെയ്യുന്നതിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും രണ്ട് മുന്നണിയായിട്ട് വേർതിരിഞ്ഞ് LDF UDF എന്ന പേരിട്ട് നിന്നുകൊണ്ട് പ്രതിരോധിക്കുന്നത് ഭാരതത്തെയാണ്, ഇന്ത്യയാണ് പ്രതിരോധിക്കുന്നത്. അതിനവർ പറയുന്നത് ഞങ്ങൾ BJP ആണ് പ്രതിരോധിക്കുന്നതെന്നാണ്. ഒരിക്കലുമല്ല. BJPക്കെതിരെയല്ല, ഭാരതത്തിനെതിരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സാധിച്ചെടുക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ചെയ്യുന്നത്. ഇതേ തന്ത്രമാണ് ബംഗ്ലാദേശിലും പയറ്റിയത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്നത് പോലെയുള്ള അതേ സംഭവ വികാസങ്ങൾ കേരളത്തിൽ ആവർത്തിക്കും. ചുരുക്കി പറയാം, പറഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാകുന്ന കാര്യമാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഇന്നിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന SNDPയും NSSും നാളെ നിരോധിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. മാത്രമല്ല അവരുടെയൊക്കെ നേതാക്കന്മാരെ പിടിച്ച് അകത്തിട്ടുകൊണ്ട് ഇവിടുത്തെ LDFും UDFും ഭരണം നടത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അന്ന് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, ജയിലിനകത്ത് കിടന്ന് നിലവിളിക്കാവുന്ന മാത്രമേ ഉള്ളൂ. കാരണം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടപ്പോൾ ചെയ്യുകയും പറയേണ്ടത് പറയേണ്ടപ്പോൾ പറയുകയും ചെയ്യാത്തിടത്തോളം കേരളത്തിലെ ഹിന്ദു നേതാക്കന്മാരെന്ന് അഭിമാനിക്കുന്ന സമുദായ നേതാക്കന്മാരും
ഇന്ന് ബംഗ്ലാദേശിലേക്ക് ഒന്ന് നോക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഇന്ന് ബംഗ്ലാദേശിന്റെ ജയിലഴിക്കുള്ളിൽ നിന്നുകൊണ്ട് കരയുന്ന ഹിന്ദു സന്യാസിമാർ, പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദു സന്യാസിമാർ നാളെ കേരളത്തിലുണ്ടാവും. സന്യാസിമാരെ ആയിരിക്കില്ല അവർ പിടിച്ചിടേണ്ടത്, അതിന്റെ ഒന്നും ആവശ്യം വരില്ല. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുകയും താക്കോൽ സ്ഥാനങ്ങൾ കയ്യിലിട്ട് കറക്കുകയും ചെയ്ത, കൃത്യമായ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ശക്തമായി നിലകൊള്ളുകയും ചെയ്തവർ അപ്രസക്തമായി തീരുകയും മറിച്ച് അവരൊക്കെ നിയമപരമായി പോലും നിരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാവും. അവർക്കെതിരെ കൈവെക്കാൻ ഇവിടെ 140 പേരുണ്ടാവും. ഇന്ന് കണ്ടില്ലേ നമ്മള് 140 പേര് കൈപൊക്കി കഴിഞ്ഞു. ക്രിസ്ത്യാനിയുടെ സ്ഥലം പള്ളിയടക്കം, ഹിന്ദുവിന്റെ സ്ഥലം അമ്പലമടക്കം വിട്ടുകൊടുക്കണമെന്ന് പറയുന്ന പ്രമേയത്തിന് 140 പേരും കൈപൊക്കിയപ്പോൾ എവിടെ പോയി ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാർ? ഈ അവസ്ഥയാണ് ബംഗ്ലാദേശ് ഇന്ന് അനുഭവിക്കുന്നത് എങ്കിൽ നാളെ കേരളവും ഇത് തന്നെയാണ് അനുഭവിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ധരിക്കും ഇവരൊക്കെ ശക്തരാണ്, ഇവരുടെ പിന്നിൽ ലക്ഷങ്ങളുണ്ട്, അതുകൊണ്ട് ഹിന്ദു സമുദായ സംഘടനാ നേതാക്കൾക്കൊക്കെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ അത് സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബംഗ്ലാദേശ്. അപ്പോൾ നമ്മൾ പറയും ഇത് ഇന്ത്യയുടെ ഭാഗമല്ലേ, ഇത് സ്വതന്ത്ര ജനാധിപത്യ മതേതര രാജ്യമല്ലേ, ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ലേ? ഒക്കെ ശരിയാണ്. പക്ഷേ കേരളത്തിന്റെ അതിർത്തിക്കകത്തേക്ക് BJPക്ക് ഒരു ഭരണമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഭരണമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കിയിട്ട് അവിടെ ഈ കേരളത്തിനുള്ളിലെ ഹിന്ദു സംഘടിത സമൂഹത്തെ, സംഘടിതം എന്ന് പറയുമ്പോൾ ഹിന്ദു അല്ല, ജാതി സംവിധാനങ്ങളെ തികച്ചും നിയന്ത്രിക്കുകയും ആ പറയുന്ന ഹിന്ദു എന്ന് പേരിട്ട് വിളിക്കുന്ന ഇവിടുത്തെ ജാതി സംഘടനകളെയും നേതാക്കന്മാരെയും അടിച്ചൊതുക്കി അകത്താക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് കേരളം മാറുകയാണ് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും ഇന്ന് അംഗീകരിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടന്നു പറയുന്നു, അതിശയോക്തി പറയുന്നു, അല്ലെങ്കിൽ വർഗീയത പറയുന്നു എന്നൊക്കെ വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ സത്യത്തിൽ ഇന്ന് അവർ അനുഭവിക്കുന്നത് എന്താണ്? ഇവിടെ വിദ്യാഭ്യാസം ചെയ്ത് ടെസ്റ്റ് എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന 100,000 ഹിന്ദു ജാതികളുണ്ട്. അവരുടെ സംവരണ നിയമങ്ങളും തത്വങ്ങളും ഉണ്ട്. ഞാൻ അവരുടെ നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. ഞാൻ തന്നെ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സംവരണമൊക്കെ അവിടെ കിടക്കും, ശതമാനക്കണക്കുകളും അവിടെ കിടക്കും, പക്ഷെ ഞങ്ങളുടെ ഒന്നും കുട്ടികൾക്ക് ജോലി കിട്ടുന്നില്ല. ഈ സംവരണങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ആവശ്യമുള്ളവർ അകത്ത് കയറി അധികാര സ്ഥാനങ്ങൾ മുഴുവൻ കീഴടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ സംവരണമൊക്കെ എവിടെയാണ്? ശതമാനക്കണക്കുകൾ എവിടെയാണ്? ഹിന്ദുവിന്റെ സംവരണവും ശതമാനക്കണക്കുകളും ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് അതിനെ അപ്രസക്തമാക്കിക്കൊണ്ട് ഞമ്മന് കയറിപ്പറ്റേണ്ട എല്ലാ സ്ഥാനങ്ങളും ഞമ്മൻ കയറിപ്പറ്റുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കുന്ന ഇവിടുത്തെ ഹിന്ദു നേതൃത്വം ഇന്ന് ബംഗ്ലാദേശിൽ കാണുന്ന അതേ കാഴ്ച, അതേ അനുഭവം നാളെ അനുഭവിക്കാനിരിക്കുകയാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് നോക്കി പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ട്. ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തില് ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനത്തിനെതിരെയുള്ള ഐക്യദാർഢ്യങ്ങൾ നടക്കുമ്പോൾ എനിക്ക് ഇവിടുത്തെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ആരുമല്ലേ ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും? ഇവിടുത്തെ സംഘടനാ നേതാക്കന്മാരുടെ രക്തവുമായിട്ട് അവർക്ക് ബന്ധമില്ലേ? ഉണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതിഷേധിക്കാത്തത്? നിങ്ങളുടെയൊക്കെ നാവിറങ്ങിപ്പോയോ? എവിടെ പോയി നിങ്ങളുടെ സംഘടന ശക്തി? ആർക്കെതിരെയാണ് നിങ്ങൾ മുദ്രാവാക്യം വിളിക്കാൻ കാത്തിരിക്കുന്നത്? അതായത് ഈ കേരളത്തിലെ ഹിന്ദു സംഘടനകളിൽ അംഗമായിരിക്കുന്ന ആ ആൾക്കാർ തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ തന്നെയാണ് ബംഗ്ലാദേശിൽ കൊല ചെയ്യപ്പെടുന്നത്, അടിച്ചോടിക്കപ്പെടുന്നത്, ബലാത്സംഗം ചെയ്യപ്പെടുന്നത്, ജയിലഴിക്കടയിൽ അടച്ചിടപ്പെടുന്നത്, ക്രൂരമായി വേട്ടയാടപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദു സമുദായ സംഘടനാ നേതാക്കന്മാർ, എണ്ണിയാൽ തീരാത്ത സംഘടനകളുടെ നേതാക്കന്മാർ ഇതിനെതിരെ പ്രതിരോധിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല എങ്കിൽ നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. നിങ്ങളെ പിടിച്ച് അകത്തിടുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ മുസ്ലിം ലീഗുമായിരിക്കും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരോടും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്: ക്രൈസ്തവർ കൊന്നെടുക്കപ്പെടുന്നുണ്ടല്ലോ ബംഗ്ലാദേശിൽ. കേരളത്തിലെ ബിഷപ്പുമാർ എന്താ രംഗത്തിറങ്ങാത്തത്? കേരളത്തിലെ കർദിനാളന്മാർ എന്തുകൊണ്ടാ പ്രതിഷേധിക്കാത്തത്? എന്തുകൊണ്ടാ മാർപ്പാപ്പ ഇടപെടാത്തത്? അപ്പോൾ ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും. ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികൾ. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദികളും അവരുടെ സംരക്ഷകരായ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് മുന്നണികളും ഒരുപോലെ
മുസ്ലിമിനോടൊപ്പം നിന്നുകൊണ്ട് ഹൈന്ദവ ക്രൈസ്തവ സംഘടനകളെയും അതിലുള്ള വിശ്വാസികളെയും അതിക്രൂരമായി കേരളത്തിൽ വേട്ടയാടുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത് എന്നുള്ളത് ബംഗ്ലാദേശിനെ നോക്കി പഠിക്കണം. ബംഗ്ലാദേശിൽ നിന്ന് കേരളം ധാരാളം പഠിക്കാനുണ്ട്. കാരണം ഇന്നത്തെ കേരളം എന്ന് പറയുന്ന ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് നാളത്തെ കേരളമാണ്. അക്കാര്യത്തിൽ സംശയം ആർക്കും വേണ്ട. അതീവ ജാഗ്രതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സർ, നമ്മൾ കണ്ടു, നമ്മള് ബംഗ്ലാദേശിന് മുൻപ് പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ പഠിച്ചില്ല, അഫ്ഗാനിസ്ഥാനിൽ നടന്ന് നമ്മൾ പഠിച്ചില്ല. കാരണം അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും അവസ്ഥ ഇന്ന് എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചില്ല. അപ്പൊ അവസാനം ഈ ബംഗ്ലാദേശിൽ വന്ന് നിൽക്കുന്നു. അഖണ്ഡ ഭാരതത്തിൽ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ള ഈ മുറിപ്പാടുകളിലൊക്കെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും അടക്കമുള്ള ആളുകൾക്ക് ഭാരതം അഭയം കൊടുക്കാമെന്ന് പറഞ്ഞ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന സമയത്ത് അതിനെതിരെ ഉറഞ്ഞു തുള്ളിയ ഇവിടത്തെ മുസ്ലിങ്ങൾ ഇന്ന് ബംഗ്ലാദേശിൽ മുസ്ലിം ഭീകരർ കാട്ടിക്കൂട്ടുന്ന അത് കണ്ണടച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും കോൺഗ്രസുകാരും അടക്കമുള്ളവർ ഈ കണ്ണടച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുമ്പോൾ ഇവിടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതിയുടെ ആ വാക്കുകൾ കൂടി ഇവിടെ എടുത്തെടുത്ത് പറയേണ്ടതല്ലേ സർ? തീർച്ചയായിട്ടും ഓർമ്മിപ്പിച്ചത് വളരെ നന്ദി. കാരണം ഈ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് അന്നും ഇന്നും പഠിക്കാത്തവരാണ് അതിനെ എതിർക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ വേട്ടയാടപ്പെടുന്ന അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾ ജീവിക്കാൻ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ അഭയാർത്ഥികളായി ഭാരതത്തിലേക്ക് ഒഴുകിയെത്തുക തന്നെ ചെയ്യും. അല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് പൗരത്വത്തിന്റെ നൂലാമാലകളില്ലാതെ പതിവ് ചടങ്ങുകളില്ലാതെ നേരിട്ട് അഭയം കൊടുക്കാനും ഭാരതത്തിൽ പൗരത്വം കൊടുക്കാനുമുള്ള നിയമം ഭാഗ്യവശാൽ ഇന്ന് നമുക്കുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും എന്ന് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ദീർഘദർശിത്വമുള്ള ഭാരതത്തിന്റെ നേതാക്കന്മാരാണ് ആ നിയമം കൈകാര്യം ചെയ്തതും ആ നിയമം ഉണ്ടാക്കിയതും നടപ്പിലാക്കിയതും. പക്ഷേ അന്നെന്തായിരുന്നു ഇവിടുത്തെ കോലാഹലം? അതായത് ഇവിടുത്തെ മുസ്ലിമിനെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് ഓടിക്കാൻ പോവുകയാണ്. അവരുടെ അപ്പനപ്പൂപ്പന്മാരുടെ ആധാർ കാർഡും റേഷൻ കാർഡും ഇതാ ചെകഞ്ഞ് പരിശോധിക്കാൻ പോവുകയാണ്. നൂറ്റാണ്ടുകൾ ആയിരത്താണ്ടുകൾ പഴക്കമുള്ള ആധാരക്കെട്ടുകളുടെ മുന്നാധാരം പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വംശാവലി തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ അടിച്ചു പുറത്താക്കാൻ പോവുകയാണ്. ഇതായിരുന്നല്ലോ പ്രചരണം. പക്ഷേ ഒരൊറ്റയാളെ പുറത്താക്കിയില്ല എന്ന് മാത്രമല്ല, ആ പഴുതിൽ നിരവധി മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ട് പോലും അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഈ CAA പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ആ വാതിൽ നമ്മൾ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ എങ്ങനെയാണ് ഭാരതത്തിലേക്ക് വരിക? അതുകൊണ്ട് എന്തിനും ഏതിനും BJP ആയതുകൊണ്ട് എതിർക്കുക എന്നുള്ള ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ അജണ്ട നടപ്പാക്കാൻ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനെയും കോൺഗ്രസ്സുകാരനെയും വിശ്വസിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായി നിൽക്കുന്ന നിലപാടിന് ഇനിയെങ്കിലും അന്ത്യം വരുത്തണം. 50 ദിവസം പൂർത്തിയാക്കിയ മുനമ്പം വിഷയം ഇപ്പോൾ നമുക്കറിയാമല്ലോ. അവിടെ 140 പേരും ഇതിനെതിരെ കൈവെക്കുകയും പാർലമെന്റിലെ 29-ൽ 28 MP-മാരും അതിനെതിരെ പാർലമെന്റിൽ ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ അവരാരെയാണ് കാത്തു സൂക്ഷിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ലേ? കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ കേവലം ഒരു മുനമ്പം വിഷയം മുനമ്പത്തെ മാത്രം വിഷയമല്ല എന്നും നാളെ ഈ കേരളത്തിലുള്ള ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും കണ്ണായ സ്ഥലങ്ങൾ മുഴുവൻ, കെട്ടിടങ്ങൾ മുഴുവൻ, സ്വത്തുക്കൾ മുഴുവൻ ഞങ്ങളുടേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അത് വഖഫ് ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയ്ക്കും കോടതിക്കും അതീതമായി, ഗവൺമെന്റിന് അതീതമായി, പാർലമെന്റിന് അതീതമായി ഇവർ കടന്നു വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ള യാതൊരു നിർവാഹവുമില്ലാതെ, വഴിയില്ലാതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം, എതിർക്കേണ്ട സമയത്ത് എതിർക്കണം, ശബ്ദമുയർത്തണം. കാരണം നമ്മൾ അന്യായമായ ഒന്നുമല്ല ആവശ്യപ്പെടുന്നത്. ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയും പാർലമെന്റും ഇന്ത്യയിലെ അധികാര സംവിധാനങ്ങൾക്കും മേലെ ശരീഅത്ത് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ആ കുതന്ത്രത്തിന് കീഴടങ്ങിക്കൊടുത്താൽ നമ്മളുടെ തന്നെ സർവനാശമായിരിക്കും എന്നുള്ള ബോധ്യമാണ് ഈ അവസരത്തിൽ ഉണ്ടാവേണ്ടത്.
സാർ നമ്മൾക്കറിയാം ഇവിടെ ലിയാഖത്ത് അലി അതുപോലെ ഈ നെഹ്റു, ഞാൻ അതൊന്ന് പരിശോധിക്കുകയായിരുന്നു, ഇവരുടെ ഒരു കരാർ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ജനാധിപത്യം മതേതരം എന്നൊക്കെ വാഴ്ത്തുന്ന ഇതേ രീതിയിൽ തന്നെയായിരുന്നു ഈ പറയുന്ന പാകിസ്ഥാനായാലും ബംഗ്ലാദേശിലും ഒക്കെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ വാഴ്ത്തപ്പെട്ടിരുന്നു. പക്ഷെ അവിടുത്തെ ഭരണകൂടങ്ങളേക്ക് അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഈ ശരിയ നിയമപ്രകാരമുള്ള ഇസ്ലാമിക ഭീകരന്മാർ അഴിഞ്ഞാടിക്കൊണ്ട് ഭരണം പിടിച്ച സമയത്ത് ഈ പറയുന്ന ഇവരുണ്ടാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ തന്നെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടി നശിപ്പിച്ചു. ഇന്നിപ്പോൾ പേരിന് നാമമാത്രമായിട്ട് പോലും ആളുകൾ ഇല്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ ഭാരതത്തിന് ഏതൊരു ശാപം പിടിച്ച നിമിഷങ്ങൾ വരുമ്പോഴും അതിന് പിറകിലെല്ലാം പ്രവർത്തിച്ച ഒരു കൈ ഈ നെഹ്റുവിന്റെ ആണ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താനാകുമോ സാർ? അല്ല, നെഹ്റുവിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റുവിന്റെ രക്തം ഇസ്ലാമിക രക്തമാണ്. അതുകൊണ്ട് നെഹ്റുവിന് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ മതപരമായിട്ടുള്ള ദൗത്യം പൂർത്തീകരിച്ചേ പറ്റൂ. അതിന് അവർ പല കാര്യങ്ങളും ചെയ്യും. അതായത് നേരിട്ട് ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാക്കി, ബംഗ്ലാദേശ് ഉണ്ടാക്കി. ഹിന്ദുവിന്റെ വേഷം കെട്ടിക്കൊണ്ട് അവര് ഇന്ത്യ ഉണ്ടാക്കി. എന്നാൽ ഇന്ത്യ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഭരണഘടനയിൽ മതേതര രാജ്യം എന്ന് എഴുതിയിരുന്നില്ല. പിന്നീട് അടിയന്തരാവസ്ഥയുടെ മറവിൽ അന്യായമായി മതേതരത്വം എഴുതി ചേർക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് മതേതരത്വം എഴുതാതിരുന്നത്? ആദ്യം പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ബാക്കി വരുന്ന ഇന്ത്യ ഹൈന്ദവ രീതിയിൽ മുന്നോട്ട് പോകണം. ഹൈന്ദവനെ സംബന്ധിച്ചിടത്തോളം അവരിത് എഴുതാറില്ല. അതായത് അംബേദ്കർ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. മതേതരത്വം എന്നുള്ള വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എഴുതണ്ടെന്ന് ചോദിച്ചപ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, ഇവിടെ ഹിന്ദുവിന് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് പ്രത്യേകമായി മതേതരത്വം എന്ന് എഴുതേണ്ടതില്ല. കാരണം ഹിന്ദുത്വം എന്ന് പറയുന്നത് മതേതരത്വമാണ്. അതുകൊണ്ട് വാക്ക് എഴുതേണ്ടതില്ല. അല്ല, വാക്ക് എഴുതിയാൽ എന്താണ് അപകടം? അന്നും അംബേദ്കർ പറയുന്നുണ്ട്, മതേതരത്വം എന്ന വാക്ക് എഴുതിയാൽ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിയമം അനുസരിച്ച് തന്നെ ആ വാക്ക് റദ്ദ് ചെയ്യാൻ പറ്റും. അതായത് മതേതരത്വം എന്ന് ഇന്ദിരാഗാന്ധി എഴുതി പിടിപ്പിച്ചുവെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമികൾക്ക് മതേതരത്വം എടുത്തു മാറ്റി മറ്റൊന്ന് എഴുതാൻ സാധിക്കും. അതാണ് 95-ൽ നരസിംഹറാവുവും അതാണ് 2013-ൽ സോണിയാഗാന്ധിയും ചെയ്തത്. അപ്പോൾ ആ മതേതരത്വ രാജ്യത്ത് അതിന്റെ മുകളിൽ ഈ ശരിയ നിയമം അവർ കൊണ്ടുവന്നു. ഇതൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തത് ആരാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. അപ്പോൾ ഇന്ന് ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ മുനമ്പത്ത് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ രാജ്യത്തുള്ള മുഴുവൻ സ്വത്തുക്കളും എങ്ങനെ ആരുടെ കൈവശം എത്തുമായിരുന്നു? ഇത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഭാരതത്തിന്റെ ഭാഗ്യമാണ് BJP അധികാരത്തിൽ വന്നതും നരേന്ദ്രമോദി അധികാരത്തിൽ 3ാം തവണയും തുടരുന്നതും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ നിയമം കൃത്യമായി പാസാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു നിയമത്തെയും എങ്ങനെയും വളച്ചൊടിച്ച് അവർക്ക് അനുകൂലമാക്കി തീർക്കാൻ, എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ അനുകൂലമാക്കി തീർക്കാൻ, അന്താരാഷ്ട്ര ഇസ്ലാമിക് സ്റ്റേറ്റിന് അനുകൂലമാക്കി തീർക്കാൻ ഇവിടെ ഒത്താശ ചെയ്തു കൊടുക്കുകയും പരസ്യമായി പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഇടത് വലത് മുന്നണികൾ ആ ആഗ്രഹം സാധിച്ചു കൊടുക്കും. കാരണം അവരുടെയൊക്കെ ഉള്ളിലുള്ള ഹിഡൻ അജണ്ട, കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും അജണ്ട ഇന്ത്യയെ കൂടി ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർത്തു കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അടിസ്ഥാനപരമായി ചരിത്രപരമായ പല കാര്യങ്ങളുമുണ്ട്. നമ്മളിപ്പോ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യമാണെന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പാരമ്പര്യം ഇസ്ലാമിക പാരമ്പര്യമാണ്. ഞാനിത് വ്യക്തമായിട്ട് പറയാം. അതായത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങുന്നത് എങ്ങനെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിൽ നടക്കുമ്പോൾ തുർക്കിയിലെ ഖലീഫയ്ക്ക് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട് തുർക്കിയിലേക്ക് യാത്ര ചെയ്ത കുറച്ച് ഇസ്ലാം മത വിശ്വാസികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവർ 5 പേര് ഉണ്ടായിരുന്നത്. ആ 5 പേര് ഇവിടെ നിന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കടന്ന് തുർക്കിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് എത്തുമ്പോഴേക്കും ആ ഖിലാഫത്ത് എന്ന് പറയുന്ന സ്വപ്നം പൊലിഞ്ഞു പോയിരുന്നു. പിന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ഈ അവസരത്തിൽ ഇവരെന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുമ്പോൾ സോവിയറ്റ് യൂണിയനിലേക്ക് ഇവരെ ക്ഷണിക്കുകയാണ്. അങ്ങനെ സോവിയറ്റ് യൂണിയനിലേക്ക് പോകുന്ന അവര് അവിടെ ചെന്ന് കമ്മ്യൂണിസം എന്നുള്ള പ്രത്യയശാസ്ത്രം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സോവിയറ്റ് യൂണിയനിൽ വെച്ച് രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന വസ്തുതകളാണ്. അങ്ങനെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം മുസ്ലിമിന്റെ കൈകൾ കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും തുടക്കം മോട്ടിലാൽ നെഹ്റു എന്നും ജവഹർലാൽ നെഹ്റു എന്നും ഇന്ദിരാഗാന്ധി എന്നും ഒക്കെ പേരിട്ട് വിളിക്കുന്ന അകത്തുള്ള
മുസ്ലിം രക്തത്തിൽ നിന്നാണ്. അതുകൊണ്ട് കമ്മ്യൂണിസം ജനിക്കുന്നതും കോൺഗ്രസ് ജനിക്കുന്നതും, അതായത് കമ്മ്യൂണിസത്തിനും കോൺഗ്രസത്തിനും കേരളത്തില് ഇന്ത്യയില് ജന്മം കൊടുക്കുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്. എന്നിട്ട് അവർ അഭിനയിക്കുകയാണ്, ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് ആണ്, ഞങ്ങൾ മതേതര കോൺഗ്രസ് ആണ് എന്നൊക്കെ വെറുതെ അഭിനയിക്കുകയാണ്. ആ സത്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള അവരുടെ ദീർഘകാല ലക്ഷ്യം ഇപ്പോൾ സാധിച്ചെടുക്കാൻ വേണ്ടിയുള്ള അതിതീവ്രമായിട്ടുള്ള പരിശ്രമമാണ് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ന് ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വ്യക്തിയെ സാമ്പത്തികമായി ഗാന്ധിയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഗാന്ധിയെ കൊണ്ട് സ്വന്തം മകനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കിയ മോട്ടിലാൽ നെഹ്റു എന്ന് പറയുന്ന പേരുകൊണ്ട് മോട്ടിലാൽ നെഹ്റു എന്ന് പറയുന്ന മുസ്ലിം, ആ ചരിത്രം നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരേണ്ടി വരും ഈ ചർച്ചയുടെ ഭാഗമായിട്ട്. അപ്പോൾ ആ ഇസ്ലാമിക ആശയങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും നമുക്ക് ഇതിനൊക്കെ ഉള്ള ഒരു വേദിയായി ഇന്നത്തെ ഈ ചർച്ച, അതുപോലെ തന്നെ ഇന്ന് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, ഇതൊക്കെ തന്നെ നമുക്ക് വെളിവാക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു പ്രശ്നം ചർച്ചയായി മുന്നോട്ട് പോയാൽ കൃത്യമായും നെഹ്റു പാരമ്പര്യത്തിന്റെ ഇസ്ലാമിക രക്തം പുറത്തു വരിക തന്നെ ചെയ്യും. ആ സത്യം ഇന്ത്യ അറിയണം. ആ സത്യം ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അറിയണം. ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഓർത്തിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് സോണിയയുടെ കയ്യിലാണെന്നും സോണിയ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണെന്നും അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നും ഒക്കെയാണ്. പക്ഷെ പാവം ക്രിസ്ത്യാനികൾ സത്യം അറിയാൻ പോകുന്നേ ഉള്ളൂ, പാവ ഹിന്ദുക്കളും സത്യം അറിയാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ബംഗ്ലാദേശിന്റെ വിഷയം, അതുപോലെ തന്നെ ഈ വഖഫിന്റെ വിഷയം, ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന വേദിയിൽ ഈ കോൺഗ്രസിന്റെ മുഖം മൂടി അഴിഞ്ഞു വീടും. കോൺഗ്രസ് നേതാക്കന്മാരുടെ മുസ്ലിം പാരമ്പര്യം വെളിവായി വരികയും ചെയ്യും. സർ, നമ്മൾക്കറിയാം ഇവിടെ ഇസ്രയേലിനെതിരെ ഈ ഹമാസ് മുസ്ലിം ഭീകരന്മാർ കാട്ടിക്കൂട്ടിയ വലിയൊരു ക്രൂരത നമ്മൾ കണ്ടതാണ്. അന്ന് ഇവിടുത്തെ അതിനുശേഷം ഇസ്രയേൽ കൃത്യമായിട്ട് അവരുടെ ആ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചടിച്ച സമയത്ത് ഇങ്ങോട്ട് കയറി മാന്തിയപ്പോൾ അങ്ങോട്ട് കയറി നിലംപരിശാക്കുന്ന രീതിയിൽ ഇസ്രയേൽ തിരിച്ചടിച്ച സമയത്ത് ഇസ്രയേലിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ ഈ കേരളം, പ്രത്യേകിച്ച് കേരളം എന്ന് എടുത്ത് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾ മാത്രമല്ല, ഈ സിനിമാ മേഖലയിലായിക്കോട്ടെ മറ്റൊട്ടേറെ സാംസ്കാരിക സാമൂഹിക രംഗത്തുള്ള പെയ്ഡ് കാശ് വിഴുങ്ങിക്കൊണ്ട്, അതല്ലെങ്കിൽ ഈ ഇസ്ലാമിക ഭീകരന്മാരുടെ അമേദ്യം ഭക്ഷിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുന്ന രീതിയിലുള്ള ഇവന്മാരെല്ലാവരും വായിൽ നിന്ന് പഴം തിരികിയിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതുകൂടെ കൂട്ടി ചേർക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ സർ? തീർച്ചയായിട്ടുമില്ല, തീർച്ചയായിട്ടുമില്ല. ഇന്ന് ഇപ്പോൾ കേരളത്തില് അങ്ങോളം ഇങ്ങോളം എല്ലാ പ്രദേശങ്ങളിലും ഹിന്ദു ഐക്യവേദി ഈ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന പരിപാടികൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ സംഭവിക്കേണ്ടത് എന്തായിരുന്നു? ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ ഇന്ന് നടക്കുന്നതായിട്ടുള്ള വിപ്ലവത്തിന് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പിന്തുണ കൊടുക്കുമായിരുന്നു. ഈ കേരളത്തിൽ അവരുടെ പ്രകടനങ്ങൾ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണോ ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ ഉണ്ടായത്, അതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ടുള്ള പ്രകടനങ്ങൾ കേരളത്തിൽ നടക്കുമായിരുന്നു. ഏതായാലും ഹിന്ദു ഐക്യവേദി തക്ക സമയത്ത് ഇടപെടുകയും ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ രംഗത്ത് വരികയും ചെയ്തതുകൊണ്ട് ഇനി അതിന് ബദലായി പെട്ടെന്ന് ചാടിയിറങ്ങാൻ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും സാധിക്കുകയില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഭാഗ്യം. പക്ഷെ എങ്കിൽ പോലും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവര് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ, അതായത് ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ട് തീവ്രവാദം ഭരണം പിടിമുറുക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ ഭരണാധികാരികൾക്ക് പിന്തുണ കൊടുത്തുകൂടായികയുമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്താണ് എന്നുള്ളത് പുറത്തു കൊണ്ടുവരാൻ ഹിന്ദു ഐക്യവേദിക്ക് സാധിച്ചു. ഇല്ലായിരുന്നെങ്കിൽ സത്യം നേരെ തലതിരിച്ച് അവതരിപ്പിക്കാൻ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാധ്യമങ്ങളും കേരളത്തിൽ രംഗത്ത് വരുമായിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വസ്തുത. സാർ, നമ്മൾക്കറിയാം എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗം തന്നെയാണ് ഹിന്ദു വിഭാഗം എന്നുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ മൃഗീയമായിട്ടുള്ള ഹിന്ദു ഭൂരിപക്ഷം കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എന്തിനേറെ SDP അടക്കമുള്ള സംഘടനകളിൽ വേറെ ഹിന്ദുക്കളുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം. തുളസീദാസ്മാരും അതുപോലെ ഒരുപാട് ഹിന്ദു നാമധാരികളൊക്കെ നമ്മൾക്കറിയാം. ഇത്തരത്തിൽ ഈ ഹിന്ദുക്കളെ വിഭജിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എത്ര കിട്ടിയാലും പഠിക്കാത്ത ഈ ഹിന്ദുക്കളോട് ഇനി എന്താണ് സാർ നമ്മൾ കൂടുതൽ കൂട്ടിച്ചേർക്കുക? അതായത്
ഇപ്പോഴും ഹിന്ദു പലപ്പോഴും ചിന്തിച്ചിരിക്കുന്നത് സംവരണം ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങൾക്ക് സംവരണാനുകൂല്യമുണ്ട്. ചില ഹിന്ദുക്കളൊക്കെ പറയുന്നത് നമ്മളെ ന്യൂനപക്ഷം ആയിക്കോട്ടെ, അപ്പൊ ന്യൂനപക്ഷ അവകാശം കിട്ടുമല്ലോ എന്നാ. ഹിന്ദു ന്യൂനപക്ഷമായ ഒരു പ്രദേശത്ത് ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ഈ മരത്തലയൻ ഹിന്ദുവിന് എന്നാ മനസ്സിലാകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഹിന്ദുവിന് ആധിപത്യമുണ്ടായിരുന്ന എത്രയോ മേഖലകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇത് നഷ്ടപ്പെടാൻ കാരണം എന്താ? ഹിന്ദുക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഹിന്ദുക്കൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല, ഹിന്ദുക്കൾക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, സംഘടനകൾ ഇല്ലാത്തത് കൊണ്ടല്ല, സംഘടനാ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടുമല്ല. മറിച്ച് രാഷ്ട്രീയ അധികാരം, നിയമപരമായ അധികാരം, ഇത് മുഴുവൻ ഇവിടുത്തെ ഇസ്ലാമിന്റെ കൈപ്പിടിയിൽ കൊണ്ടുപോയി കൊടുത്തത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാണ് എങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെയും കോൺഗ്രസ്സുകാരെയും സൃഷ്ടിച്ചതും അവരെ നിലനിർത്തിയതും അവര് മുഖം കാണിക്കാൻ വരുമ്പോൾ അവർക്കെല്ലാം വാതിൽ തുറന്നു കൊടുത്തതും അവര് പുഷ്പാർച്ചനയ്ക്ക് വരുമ്പോൾ കൂടെ പുഷ്പവുമായിട്ട് പോയി സഹ അർച്ചന നടത്തിയതും ആരാണ്? ഇവിടുത്തെ ഹിന്ദു നേതാക്കന്മാരാണ്. ആ ഹിന്ദു നേതാക്കന്മാര് ആ കാണിച്ച സൗമനസ്യം സ്വന്തം സമൂഹത്തിലെ ജനങ്ങളെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ടാണ്. സ്വന്തം സമൂഹത്തിലെ പുതിയ തലമുറ ജോലിയില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, ബിസിനസ് ഇല്ലാതെ, വ്യവസായമില്ലാതെ, യാതൊരു സാമൂഹ്യ സുരക്ഷയുമില്ലാതെ ഈ പറഞ്ഞവരുടെയൊക്കെ വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും ജോലിക്കാരായി അടിമപ്പണി ചെയ്യുന്നത് കണ്ടിട്ടും ഈ ഹിന്ദു സമുദായ നേതാക്കന്മാർക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വൈകി ഉദിക്കുന്ന വിവേകം അവരെ രക്ഷിക്കുകയില്ല. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഹൈന്ദവ സമൂഹ സംഘടനകളുടെ, സമുദായ സംഘടനകളുടെ, ജാതി സംഘടനകളുടെ ഉള്ളിൽ കലാപം പൊട്ടിപ്പുറപ്പെടേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഈ നേതൃത്വം ശബ്ദിക്കേണ്ടി വരുമ്പോൾ ശബ്ദിക്കില്ല, പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ പ്രതിരോധിക്കുന്നില്ല, സംഘടിക്കേണ്ടി വരുമ്പോൾ സംഘടിക്കുന്നില്ല, ഹിന്ദുവിന്റെ എന്ന നിലയിൽ യാതൊരു വിഷയവും ഏറ്റെടുക്കുന്നില്ല. അപ്പോഴൊക്കെ അവര് രാഷ്ട്രീയക്കാരുടെ റാൻമൂളികളായി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ ഇടയിൽ ജാതി കോട്ടകൾ പൊളിച്ചുകൊണ്ട് ജാതി ഹിന്ദുക്കളായി നിന്നിട്ട് നമുക്കൊന്നും നേടാനില്ല എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് വരേണ്ട കാലഘട്ടമായി, അത് പുറത്തേക്ക് വരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരികയാണ്. മാന്യ പ്രേക്ഷകരെ, ഇത് ഈ ഒരു സെഷൻ കൊണ്ട് മാത്രം അവസാനിപ്പിക്കാൻ പറ്റിയൊരു വിഷയമല്ല ഇത്. കാരണം എത്ര നാളുകൊണ്ട് അവിടുത്തെ ഇസ്ലാമിക ഭീകരന്മാർ ഈ പറയുന്ന ഹിന്ദു വിഭാഗത്തെ, ക്രിസ്ത്യൻ വിഭാഗം അടക്കമുള്ള അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടും മതം മാറ്റിക്കൊണ്ടും കൊള്ളയടിച്ചുകൊണ്ടും കൊടിയ പീഡനങ്ങൾ നടത്തിക്കൊണ്ടും മുന്നേറി ഇങ്ങനെ ഈ ലോകത്തിന് മുൻപിൽ തന്നെ ഏറ്റവും ഭീഭത്സമായ രീതിയിലേക്ക് ഒരു പ്രത്യേക വിഭാഗമായി മാറുമ്പോൾ അവർ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളത് ഇനിയും നമ്മൾക്ക് നിർവചിക്കേണ്ട ഒരുപാട് ദിവസങ്ങളിൽ നമ്മൾ ഈ ചർച്ചകൾ തന്നെ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. മാത്രമല്ല ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനും ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കും ഇതൊക്കെ കണ്ടിട്ട് കണ്ണ് തുറക്കാനാവുകയാണെങ്കിൽ കണ്ണ് തുറക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഈ വൈകിയ വേളയിലാണെങ്കിലും അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഇത്തരം വിവരങ്ങൾ എത്തിക്കുക എന്നുള്ള ദൗത്യമെങ്കിലും മാന്യ പ്രേക്ഷകർ ഏറ്റെടുക്കുക എന്ന ആ ഒരു എളിയ അഭ്യർത്ഥനയോടെ ജയസൂര്യൻ സാറിന്റെ പെർമിഷനോടുകൂടി തൽക്കാലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ, സാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെഹ്റുവിന്റെ ആ ഒരു മുസ്ലിം രക്തം എങ്ങനെയെന്നുള്ളത് മാന്യ പ്രേക്ഷകർക്ക് ഇന്നും യാഥാർത്ഥ്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വിഷയം നമ്മൾ അടുത്ത നാളിൽ തന്നെ ഒന്ന് ചർച്ച ചെയ്യാനുള്ള അതിലേക്ക് മാറണം എന്നൊരു അഭ്യർത്ഥന വെക്കുകയാണ്. എന്തായാലും തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.